പൂർണിമയ്ക്കും നിങ്ങളുടെ കുഞ്ഞിനും വേണ്ടിയാ. വേണ്ടതാരാ, നീ ചെയ്തെന്ന ഉപകാരങ്ങളൊക്കെ തന്നെ ധാരാളമാണ്. ഇനിയും എന്നെ സഹായിച്ച് ബുദ്ധിമുട്ടിക്കരുത് പ്ലീസ്. അങ്ങനെ പറയരുത് സഞ്ജയ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്ത പല കാര്യങ്ങളും ഫലം കണ്ടില്ല. അതെല്ലാം പരാജയപ്പെട്ടു ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ഇത് വർക്കൗട്ട് ആവും സഞ്ജയ്. അല്ലെങ്കിൽ തന്നെ അവിടെ എല്ലാരും നമ്മൾ വിവാഹം കഴിച്ചിട്ടില്ല എന്ന് തെളിയിക്കാൻ നടക്കുമല്ലേ. അവരത് തെളിയിക്കുമ്പോ നമ്മളിത് അംഗീകരിക്കും. കിരണിന് അഞ്ജലിയെ വിവാഹം കഴിക്കാം. സോ സിമ്പിൾ. ഇത്രയൊക്കെ ആയിട്ടും മനസ്സിലുള്ളത് തുറന്നു പറയാതെ ദുർഗ പഴയ അതേ ആറ്റിറ്റ്യൂഡിൽ തന്നെയാ. ഹലോ, കിരൺ എന്താ നിന്ന് സ്വപ്നം കാണുക? ഇതൊക്കെ വീട്ടിൽ ചെന്നിട്ട് പോരെ. എടോ, ഞാൻ വേറെ കല്യാണം കഴിച്ചാ ഇയാൾക്ക് ഒരു കുഴപ്പമില്ലേ? എനിക്കെന്ത് കുഴപ്പം? അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തിനാ വിഷമിക്കുന്നേ? നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നവരെ കല്യാണം കഴിക്കുന്നോണ്ട് ഞാൻ സന്തോഷിക്കല്ലേ വേണ്ടേ? ശരി, അങ്ങനെയാണ് ദുർഗയ്ക്ക് തോന്നുന്നെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ. അങ്ങനെ തന്നെ ആവട്ടെ. താനെങ്ങനെ വാശി കാണിച്ച എനിക്കും വാശിയുണ്ട്. തന്നെ കൊണ്ട് തന്നെ ഞാൻ എന്നെ ഇഷ്ടമാണെന്ന് പറയിപ്പിക്കും. നോക്കിക്കോ. ധോനിമോള് റെഡിയായോ? കയ്യില് ഫ്ലാഗ് ഒക്കെ ഉണ്ടല്ലോ. ഇന്ന് സ്കൂളിൽ ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻ ആയിരിക്കും അല്ലേ? അതെ ചെറിയച്ച, കിരണും ദുർഗയൊക്കെ നേരത്തെ സ്കൂളിലേക്ക് പോയി. ഓ, അമ്മ വാങ്ങിച്ചെന്ന കൊടിയാണെന്നാണോ? ഓ, കൊള്ളാലോ അത്. മോളെ, ഇത് വെറും കൊടിയല്ല, നമ്മുടെ ദേശീയ പതാകയാണ്, നമ്മുടെ അഭിമാനം. അതെ, ഇതിന്റെ നിറങ്ങളുടെ പ്രത്യേകതയും അതിന്റെ അർത്ഥവും എന്തൊക്കെയാണെന്നറിയാവോ മോൾക്ക്? വാ, അപ്പം പറഞ്ഞുതരാം. മുകളിലെ ഈ കുങ്കുമ നിറം ധീരതയുടെയും ത്യാഗത്തിന്റെയും പ്രതീകമാണ്. നമ്മുടെ ഈ രാജ്യത്തിനു വേണ്ടി ജീവൻ തന്ന ആയിരക്കണക്കിന് പോരാളികളുടെ ഓർമ്മ. ആ വെള്ള നിറം എന്താണെന്നറിയാമോ? സമാധാനത്തിന്റെയും സത്യത്തിന്റെയും അടയാളമാണ്. നമ്മളെല്ലാവരും പരസ്പരം സ്നേഹത്തോടുകൂടിയും സമാധാനത്തോടുകൂടിയും ജീവിക്കണമെന്നാണ് അത് പറയുന്നത്. ഈ രാജ്യത്തിലെ ഓരോ പൗരനും ഇതെല്ലാം അറിഞ്ഞിരിക്കണം. മോളെ, ഈ പച്ച നിറം നമ്മുടെ ഭൂമിയിലെ സമൃദ്ധിയുടെയും പച്ചപ്പിന്റെയും പ്രതീകമാണ്. നമ്മുടെ വിശ്വാസങ്ങളെയും രാജ്യത്തെ കാർഷിക സമ്പത്തിന്റെ പുരോഗതിയെയും ഇത് സൂചിപ്പിക്കുന്നു. പിന്നെ ഈ അശോകചക്രം ധർമ്മത്തെയും നിരന്തരമായ പുരോഗതിയുടെ ചലനത്തെയുമാണ് കാണിക്കുന്നത്. മോൾക്ക് ചെറിയച്ച അവൾക്ക് എല്ലാം മനസ്സിലായി. സ്കൂളിൽ ചെന്ന് കൂട്ടുകാർക്കെല്ലാം ഇത് പറഞ്ഞു കൊടുക്കാന്നാ മോള് പറയുന്നേ. എന്നാ മോള് മിടുക്കിയായിട്ട് പോയിട്ട് വാ. അപ്പോ സ്വാതന്ത്ര്യ ദിനാശംസകൾ. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. അപ്പോ ജയ് ഹിന്ദ്. ഓരോ സ്വാതന്ത്ര്യ ദിനവും കടന്നു പോകുമ്പോ നമ്മൾ ഓർക്കേണ്ടത് ഈ സ്വാതന്ത്ര്യം നമുക്ക് കിട്ടിയത് ഒരുപാട് പേരുടെ ചോരയും നീരും കണ്ണീരും ജീവത്യാഗവും കൊണ്ടാണെന്ന അവരുടെ സഹനമാണ് നമ്മൾ ഇന്ന് ആഘോഷിക്കുന്നത്. ദേശീയത എന്നത് വെറൊരു വാക്കല്ല, അത് ഈ നാടിനോടും ഇവിടുത്തെ മനുഷ്യരോടും സഹജീവികളോടും പ്രകൃതിയോടുമുള്ള നമ്മുടെ ഉത്തരവാദിത്വമാണ്.
മാതൃരാജ്യത്തെ സംരക്ഷിക്കുക എന്നാൽ സത്യത്തെയും നീതിയെയും സംരക്ഷിക്കുക എന്ന് കൂടിയ. ഏത് പ്രതിസന്ധിയിലും നന്മയ്ക്കും നീതിക്കും സത്യത്തിനൊപ്പം നിൽക്കുമെന്ന് നമുക്ക് ഈ പതാകയ്ക്ക് മുന്നിൽ പ്രതിജ്ഞ ചെയ്യാം. താര, ആ എന്താ ഇത്? എന്താ താര ഇത്? സഞ്ജയ് കണ്ടില്ലേ? എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ടോ? ആരോട് ചോദിച്ചിട്ടാ താൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്ത്? ഞാൻ ആരോട് ചോദിക്കാനാ? എന്നോട് ചോദിക്കണ്ടേ? എന്താ ഇതിന്റെ അർത്ഥം? ഇത് നമ്മുടെ അവസാനത്തെ തുറുപ്പ് ചിട്ടാ സഞ്ജയ്. ഇതിലെന്തായാലും പൂർണിമ വീഴും. ഈ ഒരു പ്രാവശ്യത്തേക്ക് കൂടി സഞ്ജയ് എന്റെ ഒപ്പം നിൽക്കണം. ഇത് എനിക്ക് വേണ്ടിയല്ല, സഞ്ജയ്ക്ക് വേണ്ടിയാ. പൂർണിമയ്ക്കും നിങ്ങളുടെ കുഞ്ഞിനും വേണ്ടിയാ. വേണ്ട താര, നീ ചെയ്തെന്ന ഉപകാരങ്ങളൊക്കെ തന്നെ ധാരാളമാണ്. ഇനിയും എന്നെ സഹായിച്ച് ബുദ്ധിമുട്ടിക്കരുത് പ്ലീസ്. അങ്ങനെ പറയരുത് സഞ്ജയ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്ത പല കാര്യങ്ങളും ഫലം കണ്ടില്ല. അതെല്ലാം പരാജയപ്പെട്ടു ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഇത് വർക്കൗട്ട് ആവും സഞ്ജയ്. സഞ്ജയെ നഷ്ടപ്പെടുന്നത് ഒരിക്കലും പൂർണിമയ്ക്ക് സഹിക്കാൻ പറ്റില്ല. അവളിതിനെ റിയാക്ട് ചെയ്യും. ആ നിമിഷം നിനക്കെല്ലാം തിരിച്ചു കിട്ടും സഞ്ജയ്. വേണ്ടാന്ന് പറഞ്ഞില്ലേ? വേണം സഞ്ജയ്. ഇപ്പൊ ചെല്ല്, നമുക്കിത് പിന്നെ സംസാരിക്കാം.